യെസ്, അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചില സീറ്റുകളിൽ കോൺഗ്രസ് കണ്ണു നടുന്നുണ്ട്. അത് പ്രധാന കാര്യം അവിടെ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യതയില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. സീറ്റ് അവർക്ക് നൽകി 2 സീറ്റിൽ മാത്രമേ ജയിച്ചുള്ളൂ. ഇത്തവണ വിജയസാധ്യത നോക്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യം കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷേ കോതമംഗലം, ഇടുക്കി സീറ്റുകളിൽ പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യത ഇല്ല എന്ന് കോൺഗ്രസ് ഇങ്ങനെ ആവർത്തിച്ചു പറയുകയും അത്തരത്തിലൊരു വിലയിരുത്തലുകളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. കോതമംഗലത്ത് ഷിബു തെക്കുംപുറവും ഇടുക്കിയിൽ NJ ജേക്കബുമാണ് നിലവിൽ പരിഗണനയിലുള്ളത്. ഇരുവരും മണ്ഡലത്തിൽ അനൌദ്യോഗികമായി പ്രചാരണം തുടങ്ങിയിട്ടുമുണ്ട്. MK ഷുക്കൂർ വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ഷുക്കൂർ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇടുക്കിയിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് വലിയ മുന്നേറ്റം അവിടെ നടത്തി. സ്വാഭാവികമായും ആ സീറ്റുകളൊക്കെ കോൺഗ്രസ് മത്സരിച്ചാൽ ജയിച്ചേക്കുമെന്നൊരു തോന്നൽ നിലവിൽ കോൺഗ്രസിനുണ്ട്. പക്ഷേ ആ സീറ്റുകളൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളത് നിലവിലെ അവസ്ഥയിൽ എളുപ്പമാണോ കോൺഗ്രസിന്? അതൊരു ഉടക്കിലേക്കും തർക്കത്തിലേക്കും ഒക്കെ പോകുമോ? അപ്പോൾ ഈ സീറ്റ് വെച്ചുമാറുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിലൊക്കെ സീരിയസ് ആയ ചർച്ചകൾ നിലവിൽ മുന്നണിക്കകത്ത് നടക്കുന്നുണ്ടോ? സൈഫുദ്ദീൻ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റുകളാണ് നിലവിൽ UDF നൽകിയിട്ടുള്ളത്. ആ 10 സീറ്റിലാണ് കഴിഞ്ഞ തവണ അവർ മത്സരിച്ചത്. 2 സീറ്റുകളിലാണ് വിജയിച്ചത്. സാധാരണ ഘടകകക്ഷികൾക്ക് സീറ്റുകൾ നൽകിയാൽ പിന്നീട് അവിടെ ആര് സ്ഥാനാർത്ഥിയാകുന്നു എന്ന് നോക്കുന്ന രീതി കോൺഗ്രസിനില്ല. എന്നാൽ ഇത്തവണ ഏത് വിധേനയും അധികാരം പിടിച്ചെടുത്തേ മതിയാകൂ എന്നൊരു നിലപാടിലാണ് KPCC നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുടെ സീറ്റുകളിലായാൽ പോലും വിജയിക്കുന്ന സ്ഥാനാർത്ഥികളാണോ മത്സരിക്കുന്നത് എന്ന് കോൺഗ്രസ് പരിശോധിക്കുന്നുണ്ട്. ആ അർത്ഥത്തിലാണ് കേരള കോൺഗ്രസിന്റെ 10 സീറ്റുകളിലും ആരൊക്കെ മത്സരിക്കുന്നു, അവർക്ക് വിജയസാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കോൺഗ്രസ് അനൌദ്യോഗികമായി പരിശോധിച്ചത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനകത്ത് തന്നെ 2 സർവേകൾ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഒരു സർവേ കൂടി നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിലവിൽ കോൺഗ്രസിന് ലഭിച്ച വിവരമനുസരിച്ച് 2 സീറ്റുകൾ, അതായത് ഇടുക്കി, കോതമംഗലം സീറ്റുകൾ, ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികൾ, അതായത് കോതമംഗലത്ത് ഷിബു തെക്കുംപുറമാണ്, ഒപ്പം തന്നെ NJ ജേക്കബാണ് ഇടുക്കിയിൽ. ഈ 2 പേരാണ് അനൌദ്യോഗികമായി അവിടെ ഇപ്പോൾ പ്രചാരണം ആരംഭിച്ചിട്ടുള്ളത്. ഈ 2 പേർക്കും വിജയസാധ്യത കുറവാണ് എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അക്കാര്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ രീതിയിൽ ഇടപെടുന്ന രീതി കോൺഗ്രസിനില്ല. എന്നാൽ ഇത്തവണ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മാത്രമേ UDFന്റെ സ്ഥാനാർത്ഥികളായി വരാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധമുണ്ട്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ നിർദ്ദേശത്തോട് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് മുസ്ലിം ലീഗും സമാനമായ രീതിയിലായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഹൈദരലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അതിനിടെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ 2 സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ DCCകളിൽ നിന്ന് കോൺഗ്രസിന് മേൽ മറ്റൊരു വികാരം കൂടിയുണ്ട്. അത് ഇടുക്കിയിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്ന സീറ്റുകൾ പിടിച്ചെടുക്കണമെന്നുള്ളതാണ്. നിലവിലുള്ള 10 സീറ്റുകൾ കുറച്ച് 4 സീറ്റുകൾ നൽകിയാൽ മതി എന്നൊരു വികാരം കോൺഗ്രസിനകത്തുണ്ട്. അതെന്തായാലും ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഒരു പരസ്പര ധാരണയോടുകൂടിയുള്ള ഒരു തീരുമാനം മാത്രമേ ഉണ്ടാകൂ. അങ്ങനെയാണെങ്കിൽ പോലും ആരാണ് സ്ഥാനാർത്ഥിയായി വരുന്നത് എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു സൂക്ഷ്മ പരിശോധന ഘടകകക്ഷികളുടെ മേൽ നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ കൂടുതലായി വ്യക്തമാകുന്നത്. അത് തന്നെയാണ്. അപ്പോൾ സീറ്റുകൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും മത്സരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതത് പാർട്ടികളുടെ രീതി. പക്ഷെ ഇത്തവണ UDF ഒരു വിജയസാധ്യത മുന്നിൽ കണ്ട് ആരാണ് അവിടെ വിജയസാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പരിശോധന ഉണ്ടാകും. അതിനപ്പുറം